മിസ്റ്റർ രാമേന്ദ്രൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കോൺഗ്രസിനെ വിമർശിക്കുന്ന കൂട്ടത്തിൽ അവരുടെ മാനിഫെസ്റ്റോയിലെ ഒരു പോയിൻ്റ് എടുത്തു വെച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ത്യയിലെ സ്വകാര്യ സ്വത്ത് കൂടുതൽ കുട്ടികളുള്ളവരിലേക്ക് വീതിക്കാനുള്ള ഒരു നയമാണ് കോൺഗ്രസ് ആവിഷ്കരിക്കുന്നത്, അത് വലിയ കുഴപ്പങ്ങൾ സമൂഹത്തിലുണ്ടാക്കും എന്ന് പറയുകയുണ്ടായി. ഈ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർ ഏത് ജനവിഭാഗമാണ്? ഇത് മോദി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മോദി പറയുന്നത് മുഴുവൻ തെറ്റാണെന്നും മറ്റേ വിദ്വേഷമാണെന്നുമൊക്കെ കപട മതേതര പത്രങ്ങൾക്ക് വരുത്തേണ്ട ആവശ്യമുണ്ടല്ലോ. അതിൽ മുൻപന്തിയിലാണ് ഈ ഹിന്ദു. പിന്നെ കുറേ കാലം കൽക്കട്ടയിലെ ടെലഗ്രാഫ് ആ കൂട്ടത്തിൽ പെട്ടിരുന്നു, ഒരു മലയാളി പത്രാധിപരെ. പിന്നെ മലയാളി പത്രാധിപർക്ക് ആ സ്ഥാനം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ പ്രചാരണം വന്നു. അദ്ദേഹം എഡിറ്റർ അറ്റ് ലാർജായി പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ രാജഗോപാൽ അതിലില്ലേ? രാജഗോപാലിനെ എഡിറ്റർ അറ്റ് ലാർജ് ആക്കിയിട്ട് സംഘർഷൻ താക്കൂറിനെ അവർ എഡിറ്ററായിട്ട് വെച്ചു. കാരണം പത്രത്തിൻ്റെ അരപ്പേജ് മുഴുവൻ ഒരു ദിവസം ഈ പലതരം മുതലകളുടെ ചിത്രമായിട്ട് വന്നല്ലോ. ഈ പത്രസ്ഥലം വേസ്റ്റ് ആക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമല്ലല്ലോ. ചിലപ്പോൾ പുതിയ പത്രപ്രവർത്തനം അങ്ങനെ ആയിരിക്കാം. അതൊക്കെ മഹത്തായ കാര്യമായിട്ടാണ് മാർക്സിസ്റ്റുകളൊക്കെ ഇവിടെ കൊണ്ടു കിടന്നിരുന്നത്. അതിരിക്കട്ടെ, ഈ ഹിന്ദു അതുപോലെ തന്നെ ഓൺലൈനിൽ മുഹമ്മദ് സുബൈർ എന്ന് പറഞ്ഞൊരാൾ നടത്തുന്ന ആൾട്ട് ന്യൂസ്, പുറത്തുനിന്നുള്ള ഫണ്ട് ഒക്കെ വെച്ച് നടത്തുന്ന അരാജകത്വം, ഈ ഫാക്ട് ചെക്ക് ഒരു കാര്യം നടന്നു, ഇത് ശരിയാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ള മട്ടിലാണ് ഈ ഫാക്ട് ചെക്ക്. ഇത് മുഴുവൻ വ്യാജ പരിപാടികളാണ്. അതെ അതെ, ഈ അതിൻ്റെ പേര് ആൾട്ട് ന്യൂസ് എന്നാണ്. ഈ ഫാക്ട് ചെക്ക് ഏറ്റവും കൂടുതൽ നടത്തുന്ന ഒരു ഓൺലൈൻ സംഭവമാണത്. എന്നിട്ടിങ്ങനെ മോദിയെ പൊളിക്കുക എന്നൊക്കെയുള്ളതാണ്. ഒരു കാര്യം പറഞ്ഞാൽ ഇത് ശരിയാണോ, എന്നിട്ട് അവരാണ് അവസാനം വിധി നിർണ്ണയിക്കുന്നതായിട്ട് പറയുന്നത്. ഇതുപോലെ ഈ കൂടുതൽ കുട്ടിയുള്ളവർ എന്ന് മോദി പറഞ്ഞത് മുസ്ലിങ്ങളെ പറ്റിയാണെന്ന് ഹിന്ദു പത്രം തന്നെ ധരിച്ചിട്ട് ആ ഹിന്ദു പത്രത്തിൽ രണ്ടുപേര്, വിഘ്നേഷ് രാധാകൃഷ്ണനും റബേക്ക റോസ് വർഗീസും ചേർന്നിട്ട് ഗവേഷണം നടത്തിയിട്ട് കൂടുതൽ കുട്ടികൾ അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് സ്ഥാപിക്കുക, എന്നിട്ട് മോദി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തുക. അങ്ങനെ ഒരു വല്ലാത്ത ശ്രമം നടത്തിയിട്ട് ശ്രമം സത്യത്തിൽ വിഫലമായ ഒരു കണക്കാണ് അതിൻ്റെ അകത്തുള്ളത്. ഫാക്ട് പുറത്തു വന്നു. അവർ ഫെർട്ടിലിറ്റി റേറ്റ്, മുസ്ലിം സ്ത്രീകളുടെ ഉൽപാദനക്ഷമതയുടെ നിരക്ക്, ഫെർട്ടിലിറ്റി റേറ്റ്, പിന്നെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഏറ്റവും കൂടുതൽ ഈ പോപ്പുലേഷനുള്ള 5 സംസ്ഥാനങ്ങൾ എടുത്തിട്ട് അത് ചെയ്തു. ഇത് രണ്ടും ചെയ്ത ശേഷം വേറെ എന്തൊക്കെയോ കണക്കുകൾ അവരെടുത്തു. ലിറ്ററസി, അതിൽ കേരള ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, കേരള അതിൽ ഉൾപ്പെട്ടിട്ടില്ല. കേരളം ചെറിയ സംസ്ഥാനമാണല്ലോ. അവർ വരുത്താൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഈ കാര്യം പറയാം, എന്നിട്ട് മറ്റേതിലേക്ക് വരാം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ 1998-99 കണക്കും പിന്നീട് 2019-21 കണക്കുമാണ് എടുക്കുന്നത്. ആനുപാതികമായിട്ട് എത്രയാണ് എന്നാണ് പറയുന്നത്. ഹിന്ദുക്കൾ 1998-99 ഫെർട്ടിലിറ്റി റേറ്റ്, ഉൽപാദനക്ഷമതാ നിരക്ക് ഹിന്ദു സ്ത്രീകളിൽ 2.78 ആയിരുന്നു 1998-99. അത് 1.94 2019-21 കുറഞ്ഞു. ഇതേ പീരീഡിൽ മുസ്ലിം സ്ത്രീകളിൽ 3.59 നിന്ന് 2.36 കുറഞ്ഞെങ്കിലും കൂടി നിൽക്കുകയാണല്ലോ. അത് സുജാതം പറഞ്ഞതാണ് എൻ്റെ ശരി. പക്ഷെ ഇവരെന്താണെന്നറിയാമോ പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലീഷ് വാചകം, ദ ഗ്യാപ്പ് ഈസ് നാരോയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുറയുന്നത് രണ്ടിലും കുറയുന്നുണ്ട്, എന്നാലും കൂടി നിൽക്കുന്നത് മുസ്ലിം സമുദായത്തിലാണ്. അതങ്ങനെയാ പറഞ്ഞാലല്ലേ സത്യമാവുള്ളൂ. ഈ ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ കൂടുന്ന നിരക്ക് കുറഞ്ഞു വരികയാണ് എന്നാണ് പറയാൻ നോക്കുന്നത്.
ഇത് മുസ്ലിങ്ങളിൽ 3.59 നിന്ന് 2.36, ക്രിസ്ത്യാനികളിൽ 2.44 നിന്ന് 1.88, സിഖുകാരിൽ 2.26 നിന്ന് 1.61, ബുദ്ധിസ്റ്റുകളിൽ 2.13 നിന്ന് 1.39, ജൈനമതക്കാരിൽ 1.9 നിന്ന് 1.6. ജൈനമതത്തിൽ മാത്രമാണ് ഏതാണ്ട് ഒരുപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. അത് അവർ ഭയങ്കരമായ ആചാര അനുഷ്ഠാനങ്ങളിലുമൊക്കെ വിശ്വസിക്കുന്നവരും അത് കൊണ്ടു കിടക്കുന്നവരും ഒക്കെ ആണല്ലോ, അതുകൊണ്ടാകണം. പക്ഷേ ഇത് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ആ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ. ഇപ്പോഴും ഓവറാൾ മെച്ചപ്പെട്ട് നിൽക്കുന്നത്, അതായത് കൂടുതലായിട്ട് നിൽക്കുന്നത് മുസ്ലിം സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. ഇതിൻ്റെ ശീർഷകം ഫാക്ട് ചെക്ക് ഓൺ മോഡി സ്പീച്ച് ഇൻ രാജസ്ഥാൻ അബൌട്ട് മുസ്ലിംസ് ആൻഡ് മൻമോഹൻ സിംഗ് എന്നാണ്. മൻമോഹൻ സിംഗിൻ്റെ കാര്യവും ഇതും, മൻമോഹൻ സിംഗിൻ്റെ കാര്യമൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് മോദി എന്താ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ ഇതിൽ ഈ ഫെർട്ടിലിറ്റി റേറ്റ് അവർ പറഞ്ഞിട്ട് മുസ്ലിങ്ങളിലും കുറവാണ് ജനനം. ഫെർട്ടിലിറ്റി റേറ്റാ, ജനന നിരക്ക് പോലും അല്ല, ബർത്ത് റേറ്റ് എടുത്തിട്ടില്ല. ബർത്ത് റേറ്റ് എടുത്താൽ ചിലപ്പോൾ കുഴപ്പമാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ബർത്ത് റേറ്റ് എടുക്കാതിരുന്നത്. എന്നിട്ട് അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 5 ഈ കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ എടുത്തിട്ട് മൊത്തം ഫെർട്ടിലിറ്റി റേറ്റ് കമ്പയർ ചെയ്തു. എന്നിട്ട് ഉത്തർപ്രദേശിൽ 2005-06 കണക്കും, അല്ല ഓരോ സ്ഥലത്തും 2005-06 കണക്കും 2019-21 കണക്കുമാണ് പറഞ്ഞത്. അപ്പോൾ ഹിന്ദുക്കൾ 3.73 ഉത്തർപ്രദേശിൽ, അത് 2.29 ചുരുങ്ങി. മുസ്ലിങ്ങൾ 4.33 2.66 ചുരുങ്ങി. ബീഹാറിൽ ഹിന്ദുക്കൾ 3.86 2.88 ചുരുങ്ങി ഈ വർഷത്തിൻ്റെ ഇടയ്ക്ക്. മുസ്ലിങ്ങൾ 4.81 നിന്ന് 3.61 ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. മഹാരാഷ്ട്ര ഹിന്ദുക്കൾ 2 നിന്ന് 1.69 ഹിന്ദു സ്ത്രീകൾ. മുസ്ലിങ്ങൾ 2.85 നിന്ന് 2.06. ബംഗാളിൽ ഹിന്ദുക്കൾ 1.93 നിന്ന് 1.47. മുസ്ലിങ്ങൾ 3.15 നിന്ന് 2.30. മധ്യപ്രദേശ് ഹിന്ദുക്കൾ 3.16 നിന്ന് 1.97. മുസ്ലിങ്ങൾ 3.06 നിന്ന് 2.4. ബീഹാർ ഒഴിച്ച് എല്ലായിടത്തും ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് മുസ്ലിങ്ങൾക്ക് കൂടുതലാണ്. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലളിതമാണ്, ഫാക്റ്റാണ്. എല്ലാ സംസ്ഥാനത്തും ഓൺ ആൻഡ് ആവറേജ് മുസ്ലിം സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി കൂടി നിൽക്കുകയാണ്. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോദി പറഞ്ഞത് ശരിയാണെന്ന് വരും. മുൻകാലത്തേക്കാൾ എല്ലാവരും കുറഞ്ഞിട്ടുണ്ട്. അതെ, പക്ഷേ താരതമ്യേന മുസ്ലിം സ്ത്രീകളുടെ റേറ്റ് കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ. അതെ, അതല്ലേ വസ്തുത. അതെ, അതാണ് വസ്തുത. അതങ്ങനെ പറയുന്നതിന് പകരം ഗ്യാപ്പ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് എന്തോ ഈ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു വരികയാണെന്നുള്ള മട്ടിൽ മോദി പറഞ്ഞത് തെറ്റാണെന്ന് വരുത്താനുള്ള ശ്രമമാണ്. ഈ മണ്ടത്തരം എഴുന്നള്ളിച്ച ശേഷം ഇത് സാധൂകരിക്കാൻ വേണ്ടി പിന്നെ അവർ ലിറ്ററസി റേറ്റ് തുടങ്ങിയിട്ടുള്ള ചില സാധനങ്ങളാണ് വേറെ ടേബിളുകൾ. അതായത് മുസ്ലിങ്ങൾക്കിടയിൽ സാക്ഷരതാ നിരക്ക് കുറവായതുകൊണ്ടാണ് ജനസംഖ്യ കൂടുന്നതെന്നും ജനനനിരക്ക് കൂടുന്നതെന്നും ഈ ഫെർട്ടിലിറ്റി റേറ്റ് ഇങ്ങനെ കൂടുന്നതെന്നും. എന്നാൽ പിന്നെ നേരത്തെ നിക്കാഹ് നടക്കുന്നത് കൊണ്ടാണെന്നോ കൂടുതൽ വിവാഹങ്ങൾ, അതെ, ഒന്നിലേറെ വിവാഹങ്ങൾ പുരുഷന്മാർക്ക് ആകാം എന്നുള്ളത് കൊണ്ടോ അത്തരം വസ്തുതകളൊന്നും ഈ ഗവേഷണത്തിൽ പരിശോധിച്ചിട്ടേ ഇല്ല. മതവിശ്വാസം ആണല്ലോ അവരുടെ ജനസംഖ്യ വർധനത്തിൻ്റെ അടിസ്ഥാന ഹേതു. ഒരു മുസ്ലിമാന്
4 ഭാര്യമാരാകാം എന്ന ശരീഅത്ത് നിയമമുണ്ട്. ആ. അതിൽ അപ്പടി പാലിക്കുന്നവർ വളരെ കുറവായിരിക്കും, എങ്കിലും അങ്ങനെ പാലിക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോ പുരുഷനും 4 സ്ത്രീകളിലൂടെ എത്ര കുട്ടികളുണ്ടാവും? അതെ. ശരാശരി അവർ മറ്റുള്ളവരെക്കാളെല്ലാം ഫെർട്ടിലിറ്റിയിൽ മുന്നിൽ നിൽക്കുകയും. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണല്ലോ ഈ ജനസംഖ്യ മൊത്തത്തിൽ വർദ്ധിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ നിയമപ്രകാരം നേരത്തെ വിവാഹം നടത്തുന്നുണ്ട് പെൺകുട്ടികളുടെ ഉണ്ട്. അപ്പോൾ വിവാഹപ്രായം 18, 21 ആണെങ്കിലും ഇതിനെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ എത്ര പേര് കൃത്യമായി ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് വിവാഹം? നമ്മളിപ്പോൾ അസമിൽ, ഉത്തരാഖണ്ഡിലൊക്കെ മറ്റേ ഏക പൗര നിയമം, യൂണിഫോം സിവിൽ കോഡ്, അതൊക്കെ അവർ അവിടുത്തെ ബില്ല് കൊണ്ടുവരുന്നുണ്ടല്ലോ അത്തരം സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ഈ വിവാഹത്തിൻ്റെയൊക്കെ പ്രായം അതൊക്കെ 21 എന്നുള്ളതൊക്കെ പാലിക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ അത്തരം സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്. മോദി ഈ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ കൂടെയായിരുന്നു, മുത്തലാഖ് അവസാനിപ്പിച്ചു, അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെ, മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പി എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അതെ. അപ്പോൾ അതൊന്നും നിഷേധിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു കൂടുതൽ കുട്ടികൾ എന്ന ഒരു പദം ഉപയോഗിച്ച് അത് മുസ്ലിമാണെന്നൊരു എടുത്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ ആക്രമണോത്സുകതയോടുകൂടി മുസ്ലിങ്ങൾക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ഈ പത്രം മുന്നിട്ട് നിർത്തിയിരിക്കുകയാണ്. എന്തൊരു ഹീനമായ അല്ലേ ഇത് പത്രപ്രവർത്തനമാണിത്. അതെ, കണ്ണു തുറന്ന് കാണുന്ന വസ്തുതയല്ലേ. അതെ. ഇപ്പോൾ 10 മുമ്പുണ്ടായിരുന്ന മുസ്ലിം പോപ്പുലേഷനും ഇപ്പോഴുള്ള മുസ്ലിം പോപ്പുലേഷൻ, ഏതായാലും 2021 സെൻസസ് വരുന്നില്ല. സെൻസസ് നടന്നിരുന്നെങ്കിൽ നമുക്ക് ഫൈനൽ പിക്ചർ ഇപ്പോഴേ അറിയാമായിരുന്നു. അതെ, എന്തായാലും സ്വാതന്ത്ര്യകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാളും എത്രയോ കൂടുതലല്ലേ. അതെ അതെ അതെ. ഇന്ത്യക്ക് സ്വയംഭരണാവകാശം കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന പോപ്പുലേഷനും ഓരോ സമുദായത്തിൻ്റെയും തമ്മിലുള്ള താരതമ്യ വളർച്ചയും അതിൽ വന്നിട്ടുള്ളത് ഒരു സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി. നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, ഈ ക്രിസ്ത്യാനികളുടെ എണ്ണമൊക്കെ കേരളത്തിൽ വല്ലാതെ കുറയുന്നു, 2030 ആവുമ്പോൾ ഇത്, അതുപോലെ ഹിന്ദുക്കളുടെ കാര്യമൊക്കെ. അതെ അതെ, നമ്മൾ ഈ കേരളത്തിലെ കണക്ക് വെച്ചിട്ട് ചർച്ച ചെയ്തിരുന്നതാണ്, വല്ലാതെ അങ്ങ് കുറയുന്നു എന്നുള്ളത്. ശതമാനം നിലവിൽ കേരളത്തിൽ ജനസംഖ്യ കൂടുന്നത് മുസ്ലിങ്ങളുടെ മാത്രമാണ്. ഹിന്ദുക്കൾ 55%, 55%. ഇപ്പോൾ ക്രിസ്ത്യാനികൾ 18.4%. പിന്നെ അതേസമയത്ത് മുസ്ലിങ്ങൾ 35% വരെ എത്തി. അപ്പോൾ ഈ കണക്ക് വെച്ചാണെങ്കിൽ അത് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായിരുന്ന വളർച്ച എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. ഈ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ജനസംഖ്യ ഈ തോതിലുണ്ടെങ്കിലും അതിലെത്രയോ പേര് സ്ഥലത്തില്ല. അതെ, ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു കുട്ടി മതി എന്നുള്ള മട്ടിലാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരു വൺ ചൈൽഡ് പോളിസിയിൽ പോവുകയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട്. നമ്മൾ എന്നിട്ട് പറയുകയും ചെയ്തു, ഇപ്പോൾ പാലാരൂപത പോലെ പല സ്ഥലത്തും ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് അവർ പല പ്രോത്സാഹനങ്ങളൊക്കെ നടപ്പാക്കുന്നതായിട്ടൊക്കെ നമ്മൾ കൊച്ചിയിൽ ബിഷപ്പ് കൗൺസിൽ കൂടി ഔദ്യോഗികമായി സമുദായ അംഗങ്ങളിലും പുതിയ വിവാഹിതരാകുന്നവർക്കും ആഹ്വാനം കൊടുത്തു. കുട്ടികൾ കൂടുതലുണ്ടായാൽ സഭ സംരക്ഷിച്ചുകൊള്ളാം, അവരുടെ വിദ്യാഭ്യാസ ചെലവ് വളർച്ചയ്ക്കുള്ള ധനസഹായം കൊടുക്കാമെന്ന് വരെ പറഞ്ഞ് സമുദായ അംഗങ്ങളെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞത് വലിയ ഒരു അപകടമായിട്ട് സഭ കാണുന്നത്. അതെ അതെ. അപ്പോൾ അങ്ങനെയും ഒരു വഴിക്ക് കാര്യങ്ങളുടെ പോക്ക്. ഇത് സത്യത്തിൽ ഹിന്ദു സന്യാസിമാരൊക്കെ നേരത്തെ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സ്വാമി ശ്രദ്ധാനന്ദയുടെ ഹിന്ദു സംഘടൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ഹിന്ദു സംഘടന. അത് ഞാൻ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ അതിൽ അദ്ദേഹം ഇത് പറയുന്നുണ്ട്. കാരണം ഹിന്ദുക്കൾക്ക് നേരത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കാൻ. ബാലവിധവകൾ ധാരാളം ഹിന്ദു സമൂഹത്തിൽ ഉണ്ടായിരുന്നല്ലോ ഒരു കാലത്ത്. കാരണം ബാലവിവാഹങ്ങൾ നടന്നിരുന്നു. ആ വിവാഹത്തിൽ പെടുന്ന ആളുകളൊക്കെ, അതുപോലെ നമ്പൂതിരിമാരിൽ തന്നെ വയസ്സായ ആളുകൾ ആ യുവതികളെയൊക്കെ കല്യാണം കഴിച്ചിട്ട് വിധവകൾ ധാരാളം വരുന്ന അങ്ങനത്തെ അനാചാരങ്ങൾ ധാരാളം ഹിന്ദു സമൂഹത്തിൽ
നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ അതെല്ലാം ഉണ്ടായിരുന്നു. എത്രയോ കുറഞ്ഞു. ഇപ്പോൾ അതെ, അതൊക്കെ MRBയുടെയും ഒക്കെ സമരം, വിധവാ വിവാഹ സമരങ്ങൾ വളരെ പ്രസിദ്ധമല്ലേ കേരള. അതെ, അതെ. അത് കേരള നവോത്ഥാനത്തിൽ അല്ല, അത് മറ്റേ ശ്രദ്ധാനന്ദ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ അനാചാരം ഇതിന് ഈ ജനന നിരക്ക് തടഞ്ഞതിൽ ഒരു വസ്തുതയാണ് ഈ അനാചാരങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ വലിയൊരു അപകടം രാഷ്ട്രീയമായി ഉണ്ടായത് ഇന്ദിരാഗാന്ധിയാണ് ഈ ഫാമിലി പ്ലാനിംഗ് പോളിസി ഏറ്റവും കർക്കശമായി നടപ്പാക്കിയത്. അതിൻ്റെ ഒരു പരീക്ഷണ വേദിയായിരുന്നു ഈ എറണാകുളം ജില്ല. 1970 ഉണ്ട്. അന്നത്തെ എസ് കൃഷ്ണകുമാർ എന്നൊരു കളക്ടറുടെ നേതൃത്വത്തിൽ തീവ്ര വന്ധ്യംകരണ പ്രോഗ്രാം ദിവസങ്ങളോളം നടന്ന ഒരു സ്ഥലമാണിത്. റെക്കോർഡ് ഉണ്ടാക്കുക. അന്ന് ജനന നിയന്ത്രണം ഒരു വലിയ യോഗ്യതയും പുരോഗമനവുമായിട്ട് കരുതി സമൂഹത്തിൽ. അങ്ങനെ ഒരു പ്രചരണം തന്നെ ഉണ്ടായി. നാം രണ്ട് നമുക്ക് രണ്ട്. ഈ പോളിസി വന്നതുകൊണ്ട് അത് ഇന്ത്യയുടെ പ്രത്യുൽപാദന ശേഷിയെ തന്നെ മാനസികമായി തളർത്തി. 2, ജനസംഖ്യ ഒരു അനുഗ്രഹമാണ് എന്ന് പറയുന്ന കാലമാണ് ഇപ്പോൾ. പോപ്പുലേഷൻ ഇപ്പോൾ നമ്മൾ ചൈനയേക്കാൾ വലിയ രാജ്യമായി. നമ്മൾ ചൈനയേക്കാൾ എത്രയോ മുമ്പേ വലിയ രാജ്യമാകുമായിരുന്നു പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ. ഈ പ്രവർത്തനം ഇത്രയും തീവ്രമായില്ലായിരുന്നു. അന്ന് കേരളമായിരുന്നു ഇത് അച്ചീവ് ചെയ്തതിലെ മുൻപന്തിയിൽ. പരീക്ഷണം തുടങ്ങിയത് എറണാകുളം എക്സ്പെരിമെൻ്റ് എന്നായിരുന്നു. അന്ന് UN പോലും ശ്ലാഘിച്ചതാണ്. അത് കൃഷ്ണകുമാറിൻ്റെ ബയോഗ്രഫിയിൽ ഈ കാര്യം അദ്ദേഹം വലിയ ഒരു നേട്ടമായി എടുത്തു പറയുന്നു. അപ്പോൾ അതേ സമയത്ത് ഇന്നത് അതൊരു മണ്ടത്തരമല്ലേ? അതെ. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രദീക് സിൻഹ, മുഹമ്മദ് സുബൈർ, ആൾട്ടി ന്യൂസിൻ്റെ അവർ ഈ വിദേശ ഫണ്ടുകൾ മേടിച്ചിട്ട് ഫാക്ട് ചെക്ക് എന്ന വ്യാജേന കള്ളം, പച്ചക്കള്ളം വിളമ്പുന്നുണ്ട് BJPക്കെതിരെ, മോദിക്കെതിരെ. ആ പാത എന്തിനാണ്? ഹിന്ദു എന്ന് പേരുള്ള ഒരു പത്രം ഹിന്ദു വിരുദ്ധമാകുന്ന ഒരു കെട്ടകാലം. അത് അഡ്വക്കേറ്റ് A. ജയശങ്കർ പറയുന്നത് ഹിന്ദു ഇംഗ്ലീഷിലെ ദേശാഭിമാനി. അപ്പം ആ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പോളിസിയെ പലതരത്തിലാണ് സമൂഹം വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ മതപ്രീണനം മറ്റേ കോൺഗ്രസിന് നടത്താം. ഒരു പത്രം, ഹിന്ദു പോലൊരു പത്രത്തിന് അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതവരുടെ വ്യാപാരതന്ത്രമാണെന്നിരിക്കട്ടെ. പക്ഷേ നമ്മൾ ഈ ജനസംഖ്യ നിയന്ത്രണത്തിന് എതിരായിട്ട് അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ ചർച്ചിൽ നിന്നും നിശബ്ദമായൊരു നീക്കമുണ്ടായിരുന്നു. ജഗന്നാഥ പണിക്കർ, പ്രൊഫസർ ജഗന്നാഥ പണിക്കർ എന്ന എക്കണോമിസ്റ്റ്, അദ്ദേഹം എക്കണോമിസ്റ്റ് ടേൺഡ് ജേർണലിസ്റ്റായിരുന്നു. അദ്ദേഹം ക്രൂസിഫിക്ഷൻ ഓഫ് ദി അൺബോൺ എന്ന് ഈ ഫാമിലി പ്ലാനിങ്ങിന് എതിരായിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വത്തിക്കാനിലാണ് പബ്ലിഷ് ചെയ്തത്. അതിനകത്തെ ആർഗ്യുമെൻ്റ് വളരെ കറക്റ്റാണ്. ഗർഭസ്ഥ ശിശുവിനെ ക്രൂശിക്കുന്നു എന്ന അത് ഭയങ്കര സെൻസേഷണലായിട്ടുള്ളൊരു തലക്കെട്ടോടെ വന്നു. പക്ഷേ ഈ പുസ്തകം സമൂഹത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല. അതിനകത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഭാവിയിൽ സമ്പത്തും ജീവിതത്തിന് പുതിയ കാഴ്ചപ്പാടും നേട്ടങ്ങളും ഉണ്ടാക്കാവുന്ന എത്രയോ ജീനിയസുകളുടെ ജന്മമാണ് തകർത്തത് എന്ന് ശ്രീകൃഷ്ണൻ്റെ കഥ മുതൽ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. മക്കളിൽ 8ാമത്തവന്മാരൊക്കെയാണ് ജീനിയസ് ആയിട്ടുള്ളത്. ഇപ്പം 2ൽ വെച്ച് അങ്ങ് തടഞ്ഞു കഴിഞ്ഞാൽ അത് സുജാതം പറയുന്നത് ശരിയാ. അത് ശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് മുമ്പ്, വളരെ കാലം മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ആദ്യത്തെ മകൻ ഉണ്ടല്ലോ, മൂത്ത മകൻ അല്ലെങ്കിൽ മൂത്ത പുത്രി, അവർ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിനേഴ്സ് ആയിരിക്കും ഞാൻ വായിച്ചിട്ടുണ്ട്. തൽസ്ഥിതി തുടരുന്ന പോകുന്ന, കാരണം മൂത്ത മകനൊരു ഞാനായിരിക്കണം അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ കാരണവർ എന്നൊരു തോന്നലുണ്ടല്ലോ. അപ്പോൾ പുള്ളി കുടുംബസ്ഥനായിട്ട് ഇങ്ങനെ പോകും. പക്ഷെ കുറച്ച് റിബല്യൻ ഒക്കെ വരുന്നത് യങ്സ്റ്റേഴ്സിനായിരിക്കും. അവരായിരിക്കും ക്രിയേറ്റീവ് ആകുന്നത്. ഈ പറഞ്ഞ പോലെ അവരാണ് ഇല്ലാതായി പോകുന്നത്. ജീനിയസുകളുടെ ജന്മം തടഞ്ഞു. അങ്ങനെ നമുക്ക് വലിയൊരു തകർച്ച ഇന്ത്യയിൽ ഈ ഫാമിലി പ്ലാനിങ് തീവ്രതരമായപ്പോൾ ഉണ്ടായി. ഇപ്പോഴും ഒരു കുട്ടി കുട്ടി വേണ്ട, കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട് പുതിയ ജനറേഷനിൽ. അപ്പോൾ ആ തരം മനോഭാവങ്ങളൊക്കെ മാറി
സമൂഹത്തിൻ്റെ കുട്ടികൾ ഐശ്വര്യമാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം. കുട്ടികൾ കൂടുതൽ ചെലവാണെന്നുള്ള ചിന്തയാണ് ഇപ്പോൾ സമൂഹത്തിൽ കാണുന്നത്. അതെ അതെ. യൂറോപ്പിൽ തിരിച്ചാണ്. അതെ, യൂറോപ്പ് പല രാജ്യങ്ങളും അനേകം കുട്ടികൾ ഉണ്ടാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതെ, യൂറോപ്പിൽ. കാരണം യൂറോപ്പ് ഈ തണുപ്പ് രാജ്യങ്ങളിൽ ജനസംഖ്യ താഴുകയാണ്. അത് ഭയാനകമാം വിധം താഴുകയാണ്. അപ്പോൾ ആസ്ട്രേലിയ, ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ കുട്ടികളെ അമേരിക്ക പോലും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അമേരിക്ക, നമ്മുടെ ഉത്തർപ്രദേശിൽ അത്രയും ജനങ്ങളെ ഉള്ളൂ, 50 സ്റ്റേറ്റുകളുള്ള അമേരിക്കയിൽ. അപ്പോൾ അവർക്കൊക്കെ കുട്ടികൾ വേണം. ഓസ്ട്രേലിയ ഇനി ജനനിബിഡമാകുന്ന എന്താണ്? എന്നിട്ട് അതാ ചൈനയെക്കുറിച്ച് ഒരു വലിയ കവിത വന്നിരുന്നല്ലോ, ഹെയിൽ ദ വെജീന ദാറ്റ് പീപ്പിൾ ടു ചൈന. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ കുടുംബങ്ങൾ വികസിക്കാവുന്ന വിധത്തിൽ കൂടി നമ്മുടെ സംസ്കൃതി വലിയ കുടുംബങ്ങളും കൂടിയാണ് എന്നൊരു ചിന്ത വികസിക്കുന്ന വിധം ഈ വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് പോലെ വലിയ കുടുംബങ്ങളും ഐശ്വര്യമാണ് എന്നൊരു ചിന്ത കൂടി സമൂഹത്തിൽ വളർന്നു വരണം. എന്നാൽ ഈ ഡിവിഷനൊക്കെ ഇത്തരം വൃത്തികെട്ട ചർച്ചകളും ഒക്കെ അവസാനിക്കണം. അതേസമയം നമ്മളറിഞ്ഞ മാധ്യമ പ്രവർത്തനത്തിൽ ഫാക്ട് ചെക്ക് നമ്മളൊക്കെ ധാരാളം ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്, ഒരു തെറ്റ് പോലും വരരുതെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഒരു പുതിയ പ്രവണതയാണിത്, ഫാക്ട് ചെക്ക് എന്ന പേരിൽ കള്ളം അടിച്ചു വിടുക. അതെ, അതാണ് ഇപ്പോഴത്തെ ഹിന്ദു. അല്ല, അത് ജനങ്ങൾ ഹെഡിങ് മാത്രമേ വായിച്ചുള്ളൂ, ഡീറ്റെയിൽസിലേക്ക് പോകില്ല. അപ്പോൾ കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത് എളുപ്പമാണ്. അതെ.